അതിൽ എക്സ്പേർട്ടാണ് ഞാൻ. ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാശിയുടെ രണ്ടാമത്തെ വ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പുണ്യസ്നാനം കഴിഞ്ഞ് പ്രയാഗ്രാജിൽ നിന്നും കാശിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കാശിയിലേക്ക് പോകാനുള്ള ട്രെയിൻ പിടിക്കാനായി സ്റ്റേഷനിൽ നിൽക്കുകയെ വന്ദേ ഭാരതിലാണ് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തത്. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. ട്രെയിനിൽ എന്തൊക്കെയാണ് വന്ദേ ഭാരതിലെ വിശേഷതകൾ അതെല്ലാം അതിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുണ്യതീർത്ഥമായ പുണ്യനഗരിയായ പ്രയാഗ്രാജിന്റെ ഒരു ഭംഗി നിറഞ്ഞ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ട്രെയിനിൽ നിന്ന്. ട്രെയിനിൽ വളരെ തിരക്ക് കൂടുതലാണ്. കാരണം പ്രയാഗ്രാജിൽ വരുന്ന എല്ലാവരും പോകുന്നുണ്ട് കാശിയിലേക്ക്. കാരണം കാശിയും ഒരു പുണ്യനഗരിയാണല്ലോ. കാശിക്ക് ഓൾറെഡി ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. വാരണാസി, കാശി, ബനാറസ് അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വാരണാസി ജംഗ്ഷനിൽ ട്രെയിൻ വന്നിരിക്കുന്നു. വളരെ ജനത്തിരക്ക്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വാരണാസിയിലേക്കാണ് എന്നാണ് തോന്നുന്നത്. വാരണാസി അല്ലെങ്കിൽ ബനാറസ് അല്ലെങ്കിൽ കാശി. കാശി വിശ്വനാഥിന്റെ മണ്ണിൽ വന്ന് ചവിട്ടിയപ്പോൾ ഒരു എന്തെന്നില്ലാത്ത അനുഭൂതി തോന്നി. ഉള്ളിൽ നിറയെ സന്തോഷം. വർഷങ്ങളായുള്ള ആഗ്രഹം പൂവണിയാൻ പോകുന്നു എന്നുള്ളൊരു അനുഭൂതി മനസ്സിനെ വല്ലാതെ സന്തുഷ്ടനാക്കി. അങ്ങനെ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് കാശി വിശ്വനാഥന്റെ മണ്ണിലൂടെ നടന്നത്. റോഡിലൂടെ ഭംഗിയുള്ള കാഴ്ചകളെല്ലാം കണ്ട്, വളരെ രസമുള്ള ചിത്രപ്പണികൾ കണ്ട്, സ്ട്രക്ചറൽ ബിൽഡിങ്സ് കണ്ട് ഇങ്ങനെ നടക്കുകയും ഓരോ തവണ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫോൺ വെളിയിലോട്ട് നീട്ടുമ്പോഴും ഒരു പേടി, ഇനി ആരെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് പോയാലോ എന്ന്. എന്നാലും വാരണാസിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഓട്ടോ ഡ്രൈവറിനുമായി ചങ്ങാത്തം സൃഷ്ടിച്ചു. അങ്ങനെ അദ്ദേഹം ഞങ്ങളെ ഒരു ഹോട്ടലിൽ കൊണ്ട് വിട്ടു. ഹോട്ടലിൽ നിന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോഴേക്കും സന്ധ്യയായി. എന്നാൽ പോകാം, ഒന്ന് കുളിച്ച് ഫ്രഷായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എന്നാൽ തീരുമാനിച്ചു അസിഘട്ടിലേക്ക് പോകാം. സന്ധ്യാരതി ഇല്ല എന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞത്, തിരക്കുകൾ കൂടുതൽ കാരണം. വളരെ ഫേമസ് ആണ് ആരതി വാരണാസിയിൽ. ഗംഗാരതി എന്ന് പറയുമ്പോൾ നിറയെ ആളുകൾ കൂടി. അത് എത്ര മഴയാണെങ്കിലും കാറ്റുണ്ടെങ്കിലും ആരതി നിർത്താറില്ല. പക്ഷെ എന്തു പറ്റിയെന്നറിയില്ല, ഈ സമയത്ത് ആരതി ഉണ്ടായിരുന്നില്ല. വളരെ ദുഃഖിതനായാണ് അവിടെ ചെന്നത്. എങ്കിലും അവിടുത്തെ ആളുകളെയും അമ്പലങ്ങളെയും കണ്ട് അസിഘട്ടിലേക്ക് തിരിച്ചു. അസിഘട്ടിലൂടെ കറങ്ങിത്തിരിഞ്ഞ് ആളുകളെയും കണ്ട് കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷം തിരിച്ചു ഹോട്ടലിലേക്ക് പോകാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി. വഴിനീളെ നടന്നാണ് പോയത്. പലതരത്തിലുള്ള ആളുകളെ കണ്ടു. അവിടുത്തെ ആൾക്കാരുടെ സംസാരം കേട്ടു. വളരെ സ്നേഹമുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്തോ പൂജ എന്തൊക്കെയോ നടക്കുന്നു എന്ന് തോന്നുന്നു. ദേവിയുടെ ശില്പം വണ്ടിയിലേറ്റിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആൾക്കാർ. വളരെ എന്തോ സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് അന്നത്തെ ഒരു ദിവസം അവിടെ ചിലവഴിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ഇറങ്ങി നേരെ വീണ്ടും പോവാം അസിഘട്ടിലേക്ക്. അവിടെ നിന്ന് ഘട്ടുകൾ ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ച് ഒരു ഓട്ടോ പിടിച്ചു പോയി. പോകുന്ന വഴികളിലെ കാഴ്ചകൾ കണ്ട് പോവുകയാണ്. പല സ്റ്റേറ്റുകളിലെ വണ്ടികൾ കടന്നുപോയി. അങ്ങനെ ഒരു പോയിന്റിൽ അവിടെ ഇറങ്ങി നടക്കുകയാണ്. നടന്ന് അസിഘട്ടിലേക്ക് എത്തുന്നു. റോഡിന്റെ അരികിലായി പല ആളുകൾ ഇരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നു. ഒരു ചിലർ ഭിക്ഷയാചിക്കുന്നു. കടകളൊന്നും അത്ര തുറന്നിട്ടില്ല. ചില ആളുകൾ ഫോട്ടോ എല്ലാം എടുത്ത് ക്യാമറയിൽ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. ചിലയിടങ്ങളിലായി നെറ്റിയിൽ ചന്ദനവും ഭസ്മവും പൂശാൻ വേണ്ടി 10-20 കൊടുത്താൽ അവർ പൂശിത്തരും.
ആൾക്കാരുടെ ഓരോ ബിസിനസ് ഐഡിയകൾ. ചെറിയ ചെറിയ കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ആൾക്കാർ ഓരോ സാധനങ്ങളായി വാങ്ങിക്കുന്നു. വളരെ ഭംഗിയേറിയ കാഴ്ച ദൂരെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിനൊരു സുഖം. അങ്ങനെ അതും നോക്കി മുമ്പോട്ട് നടന്നു. അങ്ങനെ പകൽ സമയത്തെ അസീഘട്ടിലെ കാഴ്ചകൾ കണ്ട് ഒന്ന് കറങ്ങിയതിനു ശേഷം തീരുമാനിച്ചു എങ്കിൽ അമ്പലത്തിലേക്ക് കയറാം. ശിവന്റെ ഒരു അമ്പലമാണ് അസീഘട്ടിലുള്ളത്. വളരെ സുന്ദരമായ ഒരു ക്ഷേത്രം, വളരെ സ്പെസിഫിക് ആർക്കിടെക്ചറാണ് ഉള്ളത്. അങ്ങനെ പതുക്കെ അമ്പലത്തിലേക്ക് നടന്നു നീങ്ങി. അമ്പലത്തിനുള്ളിൽ നിന്നും ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനും നടന്നു നീങ്ങി അമ്പലത്തിലേക്ക്. ഞാനൊന്നും പ്രിപ്പയർ ആയിരുന്നില്ല. അമ്പലത്തിനുള്ളിൽ കയറി ചെന്ന് പ്രാർത്ഥിച്ച് അവിടെയും ബിസിനസ് ആണ് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. 10 രൂപ അവിടുത്തെ തിരുമേനിക്ക് കൊടുത്താൽ നമുക്ക് ഭഗവാനെ തീർത്ഥത്തിൽ കഴുകാം. അതിനുശേഷം പൂജ നമ്മൾക്കേ കൈ കൊണ്ട് ചെയ്യാം. നമ്മുടെ മലയാളികളുടെ വിശ്വാസപ്രകാരം നമ്മൾ ദൈവത്തിന്റെ ഡയറക്റ്റ് വീഡിയോ എടുക്കാറില്ല. അത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ശിവഭഗവാനെ തീർത്ഥത്തിൽ കുളിപ്പിച്ച് പൂജ ചെയ്യുന്നത്. ആ സന്തോഷവും കൊണ്ട് ഞാൻ അമ്പലത്തിൽ നിന്നും തിരിച്ചിറങ്ങി. കുറച്ചു നേരം ആ പടികളിൽ നിന്ന് ഒരു ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ ഘട്ട് കറങ്ങാൻ ഇറങ്ങി. മൊത്തത്തിൽ 88 ഘട്ടുകളാണുള്ളത്. അതിൽ ഭൂരിഭാഗവും കുളിക്കാനും പൂജകളുടെ കർമ്മങ്ങൾക്കുമാണ് ഉള്ളത്. പക്ഷെ അതിനെല്ലാം വേർതിരിച്ചുകൊണ്ട് 2 ഘട്ടുകൾ മാത്രം മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ 88 ഘട്ടുകളിലും ഒന്നൊന്നായി പേര് പറയാൻ സമയം ഒരുപാടെടുക്കും. അതിൽ പ്രത്യേകതയുള്ള 2 ഘട്ടുകൾ മണികർണിക ഘട്ടും മറ്റൊന്ന് ഹരിചന്ദ്ര ഘട്ടും. ഈ 2 ഘട്ടുകളിലാണ് മരണാനന്തര കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. അതിനുശേഷം വേറെ 2 ഘട്ടുകളിൽ ഗംഗാരതി നടക്കും. തിരിച്ചെടുത്തു പറയാനുള്ള ഈ 4 ഘട്ടുകളാണ്. ബാക്കി ഓരോ ഘട്ടുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അതെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ പോയി അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി അത് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ഓരോന്നും കണ്ടു നടന്ന് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന വഴിയും വരുന്ന വഴിയും എല്ലാം കർണാടക, കേരള, തമിഴ്നാടുകളിൽ നിന്നും പലതരത്തിലുള്ള ആളുകൾ വന്നുകൊണ്ട് സംസാരിച്ചു പോകുന്നുണ്ടായിരുന്നു. ഒരാകാംക്ഷയുടെ മേലിലാണ് നടക്കാമെന്ന് തീരുമാനിച്ചത്. ഒരു ഘട്ടുകളിൽ നിന്നും, അതായത് അസീഘട്ടിൽ നിന്നും അങ്ങേ അവസാനത്തെ ഏറ്റവും അവസാനത്തെ ഘട്ടിലേക്ക് നടക്കാം എന്നുള്ള തീരുമാനം. അതായത് ഈ 88 ഘട്ടിലൂടെയും നടന്നു നീങ്ങാം എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഏറ്റവും അവസാനത്തെ ഘട്ടാണ് നമോഘട്ട്. ഈ നമോഘട്ട് വരെയും നടന്നു നീങ്ങാം എന്നുള്ള തീരുമാനം എടുക്കുന്ന കാരണം ഒന്നൊന്നായി കാണാം, ഓരോ ഘട്ടുകളുടെയും സൗന്ദര്യം കണ്ടു മനസ്സിലാക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നടന്നു നീങ്ങി. അസീഘട്ട് മുതൽ നമോഘട്ട് വരെ മൊത്തം 6.4 കിലോമീറ്റർ ആണുള്ളത്. ഗംഗാ നദിയുടെ തീരത്തു നിന്നും സൗന്ദര്യമുള്ള കാഴ്ചകൾ കണ്ട് ഘട്ടിലൂടെ നടന്നു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അമ്പലത്തിൽ കയറി അവിടുത്തെ പ്രതിഷ്ഠയുടെ വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തോ ചെറുപ്പം തൊട്ട് പറഞ്ഞ് പഠിപ്പിച്ചത് അങ്ങനെ ആയതുകൊണ്ടാവാം ഞാൻ തീരുമാനിച്ചു അമ്പലത്തിലെ വീഡിയോകളൊന്നും എടുക്കണ്ട. അതുകൊണ്ട് ക്ഷമിക്കണം, വീഡിയോകളൊന്നുമില്ല.
അങ്ങനെ മൊത്തം കട്ടുകളും കണ്ടു തീർത്ത് തിരിച്ചു നടക്കാനുള്ള ആരോഗ്യം എന്നിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണത്താൽ തിരിച്ച് ബോട്ടിലാകാം യാത്ര എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബോട്ടിൽ കയറി ആളുടെ വില എത്രയാണ് തിരിച്ച് അസീഘട്ടിൽ വിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആള് വെറും 200 രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത്. വളരെ റീസണബിൾ ആണ് എന്ന് തോന്നി. അത് കാരണം ശരി എന്ന് ഞങ്ങളും പറഞ്ഞ് ഞങ്ങൾ ഗംഗാ നദിയിലൂടെയുള്ള വാരണാസിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയി. പോകും വഴി ബെസ്റ്റ് കോഫി ഇൻ ടൗൺ എന്നൊരു ബോർഡ് കണ്ടപ്പോൾ എന്നാൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടെ നിന്നാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഉള്ളിലേക്ക് നടന്നു നീങ്ങി. ആ ഒരു കോഫി ഷോപ്പിന്റെ ഉള്ളിലേക്ക് എത്തി. അത്ര വലിയ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും വളരെ ചെറിയ തോതിലുള്ള മിനുക്കപ്പണികളെല്ലാം ചെയ്ത് അവിടുത്തെ ആ ചേച്ചി വളരെ നല്ല രീതിയിലുള്ള ഡെക്കറേഷനുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിരുന്നു. എല്ലാ തരത്തിലുള്ള കോഫികൾ, ക്യാപ്ചിനോസ് എല്ലാം അവിടെ ലഭ്യമായിരുന്നു. അവിടെ കുറച്ച് പെൺകുട്ടികൾ അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് ഒരു ഫോറിനർ വന്നു. അവർ വന്ന് സംസാരിച്ചു. അവിടെ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. അവിടുത്തെ ഡോളടിയും വളരെ രസകരമായ അവരുടെ ആക്ഷനുകളും കണ്ട് കുറേ നേരം നോക്കി. വാരണാസിയിലെ അവസാന ദിവസമാണ്. ഒരു കാര്യം മാത്രം മറന്നിരുന്നു. വാരണാസിയിൽ വരുന്നവരെല്ലാരും ഉപയോഗിച്ച് നോക്കുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു വിഭവം, അത് മറ്റൊന്നുമല്ല ഭാങ്. ഞാനും വിചാരിച്ചു ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ഭാങ്കിന്റെ ഗോളി പാഴ്സൽ വാങ്ങി റൂമിലെത്തി. റൂമിൽ നിന്ന് ഞാൻ തന്നെ അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ലസ്സിയും വാങ്ങി. അങ്ങനെ വാരണാസിയിലെ ഭാങ്കും കുടിച്ച് ഇങ്ങനെ ഇരുന്നു. അതിന്റെ അനുഭൂതി എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭൂതിയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഈ ഒരു അനുഭൂതി. അങ്ങനെ ഭാങ്ങും ട്രൈ ചെയ്ത് വാരണാസിയോട് യാത്ര പറഞ്ഞു. തിരിച്ചു വരുന്ന വീഡിയോകൾ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ കുംഭമേളയും വാരണാസിയും ഈ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.